ഹലോ, കുറെ നാളായിട്ട് വിചാരിക്കുന്നു അമ്പലത്തൊന്ന് പോകണം എന്നുള്ളത്. പ്രത്യേകിച്ച് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തില്. അതിനെന്താ ഇത്രയും വിചാരിക്കാന്നുള്ളത് ചോദിച്ചാല് നമുക്ക് മാത്രം വിചാരം തോന്നിയാൽ പോരല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം കൂടി വിചാരിക്കണം നമ്മൾ എപ്പോഴാണ് അവിടെ എത്തേണ്ടത് എന്നുള്ളത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ, മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഞാൻ അമ്പലത്തിൽ എത്തിയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായി തൊഴുതു. നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴുത ശേഷം പുറത്തു വന്ന് ഈ കൽപ്പാത്തി പുഴയുടെ തീരത്തൊക്കെ ഒന്ന് കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമാണ്. തലേന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ അമ്പലത്തിൽ പോകണം എന്നുള്ളത്. അങ്ങനെ രാവിലെ നമ്മൾ കൽപ്പാത്തി അമ്പലത്തിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ എടുത്തിരിക്കുന്ന സാരി എൻ്റെ അമ്മയുടെയാണ് കേട്ടോ. എപ്പോഴും ഒരു വട്ടം ഇട്ട ശേഷം മാറ്റി വെച്ചതാണ്. പിന്നീട് സാരിയോട് അത്ര താല്പര്യമൊന്നും തോന്നാതെ വെച്ചതാണ്. എന്നാൽ എനിക്ക് സാരി കമ്പം തോന്നിയപ്പോൾ തൊട്ടിട്ട് ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ സാരി ഓരോന്നായിട്ട് എടുത്തിട്ട് വരും. ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അതാണ് എൻ്റെ ഹോബി. അമ്പലത്തിന് മുറ്റത്തായിട്ട് തന്നെ ഇതുപോലൊരു കടയുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഒക്കെ കാണാം. ഇത് നവഗ്രഹങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്ന എള്ളതിരിയാണ്. അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് നമുക്ക് കുറേ കാണാം കേട്ടോ. ഇതൊക്കെ 60-80 രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നതാണ്. ഇത് പുഷ്പാഞ്ജലിയുടെ പ്രസാദമാണ്. ഈ കടയിൽ വന്നിട്ട് സോനിന് എന്തെങ്കിലും വേണമെന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. തെരഞ്ഞ് അവന് ടോയ്സ് ഒന്നും കിട്ടാതെ തന്നെ ഈ ഹനുമാനാണ് അവന്റെ ആവശ്യം. അങ്ങനെ അവന് ഇഷ്ടമുള്ള ഹനുമാനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ പുറത്തേക്ക് വന്നു. സാധാരണയായിട്ട് എപ്പോഴും കൽപ്പാത്തി അമ്പലത്തിലൊക്കെ വരുമ്പോൾ ഒരു ചായ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാറാണ് പതിവ്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്നും ചായയും വടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് വന്നിട്ടുള്ള ഓരോ തമാശകളും അവൻ ഹനുമാനെയൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ചതും അത് കൂടാതെ അവനൊരു ഗദ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിന്നും ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് എന്തോ വേറെ ലെവലാണ് കേട്ടോ. അതായത് കൽപ്പാത്തിയിൽ ഇരുന്ന് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊരു സമാധാനം. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ മുന്നപ്പെട്ടതാണ് ഈ ഒരു പഴക്കച്ചവടക്കാരൻ. രാവിലെ തന്നെ പഴക്കച്ചവടക്കാര് പച്ചക്കറിക്കാരൊക്കെ ഇവിടെ നിറയെ കാണാം. അഗ്രഹാരത്തിലൂടെ ഇതുപോലെ ഉന്തുവണ്ടിയിൽ പഴം കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ 1 കിലോ വാങ്ങണം എന്നൊരു ആഗ്രഹം. നേരത്തെ തന്നെ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയത് മാത്രം. സോനിനെ കണ്ടപ്പോൾ അവർ സ്പെഷ്യലായിട്ട് ഒരു ഞാലിപ്പൂവും പഴം എടുത്ത് കൊടുത്തു കേട്ടോ. അവനത് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ നല്ല ഒഴിഞ്ഞു കിടക്കുന്ന അഗ്രഹാര വീതികളാണ്. ഇനി 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഈ വീതികളൊക്കെ കച്ചവടക്കാരെ കൊണ്ട് നിറയും. നമ്മുടെ തേരുത്സവമൊക്കെ വരാനായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ആരവങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ പ്രസാദം. ഭസ്മവും കുങ്കുമവും ആണ്. ഇനി നമ്മൾ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.